അസ്വസ്ഥത അനുഭവിക്കുകയാണ്. പലരും അവരുടെ വാക്കുകളെ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. പക്ഷെ ആത്മാർത്ഥമായും ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ചിന്താമണ്ഡലവും എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും നിനക്ക് പ്രസാദകരമാകട്ടെ എന്നുള്ളൊരാഗ്രഹമുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നമ്മുടെ വാക്കുകൾ വരുവാൻ, ചിന്താമണ്ഡലമാകുവാൻ ദൈവം വലിയ കൃപ തരും. സങ്കീർത്തനങ്ങൾ 19:14 എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ ആരും വ്യാജം പറയുകയില്ല, സ്വർഗത്തിൽ മോശമായ ചിന്തകളില്ല. അതേ ജീവിത നിലവാരം ഈ ഭൂമിയിൽ വെച്ച് പുലർത്തേണ്ടവരാണ് സ്വർഗീയന്മാർ. കാരണം മണ്ണുകൊണ്ടുള്ളവനെ പോലെയാണ്, സ്വർഗീയനെ പോലെയാണ്. ആരാണ് സ്വർഗീയൻ? കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ ശുദ്ധമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചിന്താമണ്ഡലം 100% വിശുദ്ധമായിരുന്നു. ജീവിതത്തിൽ ഇതേ സ്വഭാവമുള്ളവരാണ് യഥാർത്ഥ വിശുദ്ധൻ. ഒന്ന്, ഒരു സ്വർഗമുണ്ട്. ഈ സ്വർഗം സൃഷ്ടിച്ചത് ദൈവമാണ്. സ്വർഗം ഒരു ഭാവനാ സ്ഥലമല്ല. പലർക്കും സ്വർഗം ഒരു ഭാവനാ സ്ഥലമാണ്. കാരണം അവർ വീണ്ടും ജനിച്ചിട്ടില്ല, അവരുടെ നങ്കൂര് സ്വർഗത്തിൽ ഇട്ടിട്ടില്ല, സ്വർഗവുമായിട്ട് യാതൊരു ബന്ധവും അവർക്ക് ഇപ്പോഴില്ലാത്തത് കൊണ്ടാണ് അവർ സ്വർഗത്തെക്കുറിച്ച് നിരവധി സംശയങ്ങൾ വെച്ച് പുലർത്തുന്നത്. നമ്മെ സംബന്ധിച്ച് സംശയമില്ല, നമ്മുടെ വീടിനെക്കുറിച്ച് നമ്മൾ സംശയിക്കുന്നില്ല. ചില കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ നാം, ഒരു വിശ്വാസിക്ക് ഈ ഭൂമിയിൽ ഒരു വീടുണ്ട്, സംശയമില്ല. ഇതേപോലെ അവനൊരു നിത്യഗേഹമുണ്ട്. സ്വർഗം ദൈവമാണ് സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 1:1 വായിക്കുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇംഗ്ലീഷിൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. 2, ഈ സ്വർഗം നിത്യഭവനമാണ്. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം താൽക്കാലികമാണെന്ന് നമുക്കറിയാം. സ്വർഗത്തിലെത്തപ്പെട്ടാലോ? സ്വർഗം നിത്യഭവനമാണ് വിശ്വാസികളുടെ. 2 കൊരിന്ത്യർ 5:1 കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. മാത്രമല്ല, ഈ സ്വർഗം എന്നുള്ളത് ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. ഒത്തിരി വാക്യങ്ങളുണ്ടെങ്കിലും ചിലത് വായിക്കാം. ആവർത്തന പുസ്തകം 26:15 സ്വർഗത്തിലാണ് ദൈവം വസിക്കുന്നത്. ആവർത്തനം 26:15 നിന്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നോക്കി നിന്റെ ജനമായ ഇസ്രായേലിനെയും. സ്വർഗം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാനായി പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിൽ വസിക്കുന്ന ഞങ്ങളുടെ പിതാവേ. രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളുടെയും പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. ശിഷ്യന്മാർ അത്ഭുതങ്ങൾ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി. പക്ഷേ കർത്താവ് പറയുകയാണ്, ഭൂതങ്ങളെ പുറത്താക്കിയതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതിയിരിക്കുന്നു. അതിനാലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നമ്മുടെ സന്തോഷം എന്താണ്? നമ്മുടെ ശുശ്രൂഷയിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇനി അത് നടന്നില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. സ്വർഗത്തിൽ എൻ്റെ പേരുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് സന്തോഷിക്കാം. ലൂക്കോസ് 10:20 വാക്യം എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുമ്പോൾ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ അന്യരും പരദേശികളുമാണ്. നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇവിടെയില്ല, വരുവാനുള്ളതാണ് നാം നോക്കി പാർക്കുന്നത്. എല്ലാ സ്വർഗീയന്മാർക്കും ഈ മനോഭാവം ഉണ്ടായിരിക്കണം. ഞങ്ങൾ ഈ ഭൂമിയുടെ ഭാഗമല്ല, ഈ ഭൂമിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ യഥാർത്ഥ ദേശം സ്വർഗമാണ്. ഈ കാഴ്ചപ്പാട് പഴയ നിയമത്തിലെ ദാവീദിനുണ്ടായിരുന്നു. ദാവീദ് പറയുന്നു, ഞങ്ങൾ അന്യരും പരദേശികളുമാണ്. പത്രോസ്ലീഹയും പറയുന്നു, നാം ഇപ്പോൾ അന്യരും പരദേശികളുമാണ്, പ്രവാസികളാണ്. അതുകൊണ്ട് ഈ ഭൂമി ഞങ്ങളുടെ സ്വന്തമാണ് എന്ന രീതിയിൽ ജീവിക്കുന്ന മറ്റു മനുഷ്യരുടെ നിലവാരത്തിലേക്ക് നാം താഴരുത്. സ്വർഗമാണ് എൻ്റെ യഥാർത്ഥ വാസസ്ഥലം, ഈ ഭൂമിയിൽ ഞാൻ പരദേശിയാണ്. ആ വിശ്വാസത്തിനും ധാരണയ്ക്കും ചേരുന്നതായിരിക്കണം നമ്മുടെ ജീവിതം. ഞാൻ സ്വർഗീയനാണ്, സ്വർഗത്തിലാണ് എൻ്റെ പൗരത്വം എന്ന് നാം പറഞ്ഞിട്ട് ലൗകികരായ മറ്റു മനുഷ്യരെ പോലെ ഈ ലോക സുഖങ്ങൾ ആസ്വദിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, പരിശ്രമിക്കുന്നതെങ്കിൽ, പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും സുഖ സൗകര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും പുറകെയാണ് നാം പോകുന്നതെങ്കിൽ
നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. ഈ ഭൂമിയിൽ നമ്മൾ അന്യരും പരദേശികളുമാണ് എന്നുള്ളതിന് തെളിവായി 3 വാക്യങ്ങൾ വായിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 39:12 അവസാന ഭാഗം. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നു. 1 പത്രോസ് 2:11 പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കുന്തോറും. വീണ്ടും എബ്രായ ലേഖനം 11:13 ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. എന്താണ് അവരുടെ വിശ്വാസം? എബ്രായ ലേഖനം 11:1 വിശ്വാസത്തിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാകുന്നു. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്യമാണ് ഇത്, അല്ലെങ്കിൽ മനഃപൂർവ്വം ഈ വാക്യങ്ങൾ പലരും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എബ്രായ ലേഖനം 11 ഒരുപാട് വിശ്വാസ വീരന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകത്തിലെ സുഖങ്ങളെക്കാളും മെച്ചമായ സ്വർഗീയമായതിനെ കാക്ഷിച്ച ചിലരുടെ പട്ടികയാണ് എബ്രായ ലേഖനം 11. എന്താണ് അവർ വിശ്വസിച്ചത്? ഈ ലോകം ഞങ്ങൾക്ക് യോഗ്യമല്ല, ഞങ്ങൾ നിശ്ചയമായും സ്വർഗത്തിൽ പോകും. അത് ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ ഞങ്ങൾ അവിടെ എത്തും. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പാണ്. അവർ ആശിച്ചത് 10 ഏക്കർ ഭൂമിയല്ല, അവർ ആശിച്ചത് 2 നിലയുള്ള വീടോ വലിയ ധനസമൃദ്ധിയൊന്നല്ല അവർ ആശിച്ചത്. ഇതിനേക്കാളും ശ്രേഷ്ഠമായതാണ് അവർ ആശിച്ചത്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താണ് കാണാത്ത കാര്യങ്ങൾ? ദൈവം അവർക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്ന ആ സ്വർഗരാജ്യമാണ് അവരുടെ വാഗ്ദത്തം. ഇതിനെയാണ് വിശ്വാസം എന്ന് വിളിക്കാൻ കൊള്ളുകയുള്ളൂ. എനിക്ക് ഭൗതികമായി സ്വത്ത് വർദ്ധിക്കും, ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനൊരു കാറ് വാങ്ങും, അതിൻ്റെ കളർ നീലയായിരിക്കണം, ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. എനിക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടും, എൻ്റെ ശമ്പളം ഇത്ര അക്കമുള്ള ശമ്പളമായിരിക്കും, ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെയൊന്നും വിശ്വാസമെന്ന് വിളിക്കാൻ കൊള്ളില്ല. ഭൗതികമായതിനെ വിട്ട് ഉയരത്തിലുള്ളതിനെ മുറുകെ പിടിക്കുന്നതിനെയാണ് വിശ്വാസമെന്ന് വിളിക്കാൻ സാധിക്കൂ. എബ്രായ ലേഖനം 11:16 അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. എന്താണ് കാരണം? അവർക്ക് വേണമെങ്കിൽ ഈ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ ധാരാളം അനുഭവിക്കാമായിരുന്നു. മോശയ്ക്ക് വേണമെങ്കിൽ വലിയ പദവിയിലെത്താമായിരുന്നു. എന്നാൽ മോശ ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കാനാണ് അവൻ തിരഞ്ഞെടുത്തത്. മാത്രമല്ല, ഫറവോന്റെ പുത്രി എന്ന് വിളിക്കപ്പെടുവാനല്ല ആഗ്രഹിച്ചത്. പ്രതിഫലം നോക്കിയപ്പോൾ ക്രിസ്തുവിൻ്റെ നിന്ദയാണ് വലിയ ധനം എന്ന് അവൻ എണ്ണിയത്. പലരും ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, ഗുഹകളിൽ അവർക്ക് ജീവിക്കേണ്ടതായിട്ട് വന്നു, കല്ലേറേറ്റു, വാളുകൊണ്ട് പലരും മരിച്ചു. കാരണം ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചു. അവർ ഈ ഭൗമികമായ കാര്യങ്ങൾ അന്വേഷിക്കാതെ, ഇവിടെ കാശ് അന്വേഷിക്കാതെ, ഇവിടെ പദവി അന്വേഷിക്കാതെ, ഇവിടെ സുഖസൗകര്യങ്ങൾ അന്വേഷിക്കാതെ, അതിനേക്കാളും മെച്ചമായ ഉയരത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചതുകൊണ്ട് അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ലജ്ജിച്ചില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു വിശ്വാസി എപ്പോൾ ഉയരത്തിലുള്ളതിനെ മുറുകെ പിടിക്കാതെ ഭൗതികമായ വസ്തുക്കളെയും പണത്തെയും മുറുകെ പിടിക്കുമ്പോൾ അവൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ദൈവത്തിന് ലജ്ജയാണ്. ഇന്ന് ഈ സമൃദ്ധിയുടെ സുവിശേഷമൊക്കെ ഉയരത്തിലുള്ളതിനെ മുറുകെ പിടിക്കാനല്ല പറയുന്നത്, ഭൗമികമായതിനെ മുറുകെ പിടിക്കാനാണ് പറയുന്നത്. അതിന് ക്രിസ്തുവിനെ ഒരു മുഖാന്തരമാക്കുക. നിങ്ങൾ വിശ്വസിക്കൂ, മനസ്സിൽ ഭാവന കാണൂ, നിങ്ങളുടെ കഷ്ടം മാറും, ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് മാറും, നിങ്ങൾ വിശാലതയിലേക്ക് എത്തും. നിങ്ങൾ ഭാവന കാണൂ, നിങ്ങൾ സങ്കല്പിക്കൂ, നിങ്ങൾ വിശ്വസിച്ച പോലെ നിങ്ങൾക്ക് കാശ് കിട്ടും, നിങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾക്ക് എല്ലാ സുഖസൗകര്യങ്ങളും. പക്ഷെ ഇത് വിശ്വാസമല്ല. കാരണം ഒരു വിശ്വാസിക്ക് ഭൗതികമായ കാര്യങ്ങളാണ് മുഖ്യ വിഷയമെങ്കിൽ പിന്നെ അവനെന്തിനാണ് ഇതിനെ ഇറങ്ങിത്തിരിക്കുന്നത്? പ്രിയമുള്ളവരെ,
നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, വരുവാനുള്ളതാണ് നാം നോക്കി പാർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. സ്വർഗീയൻ യേശു ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവരാണ്, ഞാൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ്. ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വന്നവൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സ്വർഗീയന്മാർ. എല്ലാ വിശ്വാസികളും സ്വർഗീയന്മാരല്ല. വിശ്വാസികളെന്ന് അവകാശപ്പെടാൻ ആർക്കും സാധിക്കും. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടാൻ ആർക്കും സാധിക്കും. പക്ഷേ സ്വർഗീയന്മാർ എന്നുള്ള ലേബലിനെ നാം അർഹരാകണമെങ്കിൽ സ്വർഗീയൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവം, സ്വർഗത്തിൽ നിന്ന് വന്നവൻ്റെ സ്വഭാവം കാഴ്ചവെക്കുന്നവരായിരിക്കണം. ഈ ലോക സുഖങ്ങളുടെ പുറകെ പോകാതെ സ്വർഗീയമായതിനെ ലക്ഷ്യം വെച്ച് നടക്കുന്നവരെയാണ് സ്വർഗീയന്മാർ എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ധാരാളം വിശ്വാസ വീരന്മാരെക്കുറിച്ച്, പൂർവ്വപിതാക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. ഹാബേൽ, നോഹ, അബ്രഹാം, മോശ, ഇസ്താഹ്, ഗിദയോൻ, ബാറാക്ക്, സാറ, ശിംശോൻ, ദാവീദ്, ശമൂവേൽ, ഇങ്ങനെ വിശ്വാസ വീരന്മാരെക്കുറിച്ച് പേരെടുത്ത് പറയുന്നുണ്ട്. ഇവരാരും തന്നെ ഭൗതിക നിക്ഷേപത്തിൻ്റെ പുറകെ പോയവരല്ല. ഇനി പേരെടുത്ത് പറയാത്ത വിശ്വാസികളെയും എബ്രായ ലേഖന കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11:35, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് വിടുതൽ സ്വീകരിക്കാതെ മർദ്ദനയേറ്റു. പഴയ തർജ്ജമയിൽ ഉദ്ധാരണം എന്നാണ്. എന്നാൽ വിടുതൽ സ്വീകരിക്കാതെ മർദ്ദനം ഏറ്റു. ദൈവം തന്നെ നൽകാമെന്ന് പറയുകയാണ് വിടുതൽ. ഇവർ പറയുന്നു വേണ്ട എന്ന്. കാരണം അതിനേക്കാൾ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പാണ് അവരുടെ ലക്ഷ്യം. ഈ മനോഭാവമുള്ളവരെയാണ് സ്വർഗീയന്മാർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും നേട്ടമല്ല. രോഗസൗഖ്യം നല്ലതാണ്, മറ്റ് പ്രതിസന്ധികളിൽ വിടുതൽ നല്ലതാണ്, പക്ഷേ ഇതൊക്കെ കിട്ടിയാലും മരിക്കില്ലേ? ഇപ്പം ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലക്ഷ്യമാക്കുന്ന വ്യക്തിയുടെ ആഗ്രഹം ഭൗതിക നേട്ടങ്ങളും വിടുതലും അല്ല, സ്വർഗമാണ് അവൻ്റെ ലക്ഷ്യം. കാരണം അവർ മെച്ചമായതിനെ ആഗ്രഹിക്കുന്നവരാണ്. എബ്രായ ലേഖനം 11:13-16 വരെ നേരത്തെ വായിച്ചാണ്, ഒന്നുകൂടി വായിക്കുകയാണ്. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ആരുടെ ദൈവം എന്നറിയപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഒന്ന്, അന്യരും പരദേശികളുമാണ് എന്ന കാഴ്ചപ്പാട് ലഭിച്ചവരുടെ ദൈവം എന്നറിയപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ തങ്ങൾ അന്യരും പരദേശികളുമാണ് എന്നാണ് ഈ പൂർവ്വപിതാക്കന്മാർ ഏറ്റുപറഞ്ഞത്. അങ്ങനെ അവർ വിശ്വാസത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവം വാഗ്ദാനം തന്നിരിക്കുന്ന ആ യഥാർത്ഥ നിത്യമായ നാട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ലഭിക്കും. ആ ഒരു വിശ്വാസത്തിലാണ് അവർ മരിക്കുന്നത്. ഇവിടെ അനേകം ഏക്കർ ഭൂമി കിട്ടുക അതായിരുന്നില്ല അവരുടെ പ്രത്യാശ. ദൈവം വാഗ്ദത്തം ചെയ്ത ആ സ്വർഗീയ രാജ്യം ഞങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഈ ഭൂമിയിൽ ഞങ്ങൾ അന്യരാണ്, പരദേശിയാണ്. ആ മനോഭാവമുള്ള വിശ്വാസികളെ കണ്ടുകിട്ടാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇനി രണ്ടാമതായി, ദൈവം ആരുടെ ദൈവമെന്ന് അറിയപ്പെടാൻ ലജ്ജിക്കുന്നില്ല. വിട്ടുപോകുന്നതിലേക്ക് തിരികെ ചെല്ലുവാനായിട്ട് അവസരമുണ്ടായിട്ടും അങ്ങോട്ട് മടങ്ങാതിരിക്കുന്ന വ്യക്തികളുടെ, വിശ്വാസികളുടെ ദൈവം എന്നറിയപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അബ്രഹാം, ദൈവം പറഞ്ഞു, നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും നീ വിടണം. അവന് വിട്ടതിന് ശേഷവും അവന് വേണമെങ്കിൽ മടങ്ങിപ്പോകുവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവൻ അതൊരിക്കലും ചെയ്യുന്നില്ല. ഈ പൗലോസിന് കർത്താവായ യേശു ക്രിസ്തു ദർശനം കൊടുത്തു. പൗലോസ് ഒരിക്കൽ പറയുന്നുണ്ട്, അഗ്രിപ്പ രാജാവേ, എനിക്ക് ലഭിച്ച സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. എനിക്ക് ലഭിച്ച സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. വേണമെങ്കിൽ കാണിക്കാമായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. വിട്ടുപോകുന്നതിലേക്ക് തിരികെ പോകുവാനുള്ള അവസരം ഇപ്പോഴും ഉണ്ട്. പക്ഷേ തിരികെ പോകുവാനുള്ള അവസരം ഉണ്ടായിട്ടും ഉപേക്ഷിച്ച പലതും ഉണ്ട്. അതിലേക്ക് തിരികെ പോകുവാൻ അവസരമുണ്ടായിട്ട് തിരികെ പോകാതെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വ്യക്തികളുടെ ദൈവമെന്ന് അറിയപ്പെടുവാൻ ദൈവം അഭിമാനിക്കുന്നു, ലജ്ജിക്കുന്നില്ല. ഇനിയും
ആരുടെ ദൈവം എന്ന് അറിയപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഇവിടെ പറയുന്നു, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് അറിയപ്പെടുവാൻ ലജ്ജിക്കുന്നു. ഇന്ന് പല വിശ്വാസികളുടെ ഉള്ളു പൊളിച്ചു നോക്കിയാൽ അവർ ഉയരത്തിലെ കാര്യങ്ങളാണോ അന്വേഷിക്കുന്നത്, സ്വർഗീയമായ കാര്യങ്ങളാണോ അന്വേഷിക്കുന്നത്, ഈ ഭൂമിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുക അതാണോ അന്വേഷിക്കുന്നത്? നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. എന്നിട്ട് പറയുന്നു, അവർക്കായി ദൈവം ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. എല്ലാവർക്കും വേണ്ടി ദൈവം ഒരു നഗരം ഒരുക്കുന്നില്ല. ചുരുങ്ങിയ പക്ഷേ ഈ 3 യോഗ്യതകളെങ്കിലും ഉള്ളവർക്കായിട്ട് ദൈവം ഒരു നഗരം ഒരുക്കുന്നത്. എന്താണ് യോഗ്യത? 1, ഈ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞ് ജീവിക്കുന്നവർ. 2, വിട്ടുപോകുന്നതിലേക്ക് തിരികെ പോകാത്തവർ. 3, അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാക്ഷിക്കുന്നവർ. അങ്ങനെയുള്ളവർക്കാണ് ദൈവം ഈ സ്വർഗീയ നഗരം ഒരുക്കുന്നത്. പ്രിയമുള്ളവരെ, പലരും നിരാശപ്പെടുന്നു. ഒരു വിടുതൽ ശുശ്രൂഷയിൽ പങ്കെടുത്തു, വിടുതൽ കിട്ടിയില്ല, നിരാശ. എന്തിനാണ് നിരാശപ്പെടുന്നത്? അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാക്ഷിച്ചാൽ മതി. ഇവിടുത്തെ താൽക്കാലത്തേക്കുള്ള ചില വിടുതൽ ലക്ഷ്യമാക്കി ജീവിക്കാതെ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ, അങ്ങനെയുള്ളവരുടെ, കാരണം അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും അവർ പിന്മാറില്ല. അവർക്ക് വിടുതൽ കിട്ടിയാലും ശരി, കിട്ടിയില്ലെങ്കിലും ശരി, അവർ ഉറച്ചു നിൽക്കും. അതാണ് വിടുതൽ ദൈവത്തിൽ നിന്ന് ലഭിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും മെച്ചമായ ഉയർത്തെഴുന്നേൽപ്പിനെ ലക്ഷ്യമിട്ടതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള വിടുതൽ പോലും നിരസിക്കുക. ഇന്ന് പലർക്കും ഇത് ചിന്തിക്കാൻ പറ്റുമോ? ദൈവത്തിൽ നിന്ന് വിടുതൽ വേണ്ട എന്ന് പറയാൻ ആർക്കാണ് ഇന്ന് സാധിക്കുക? ഒരു വിശ്വാസി, യഥാർത്ഥ സ്വർഗീയൻ ഇവിടെ അന്യനും പരദേശിയുമാണ്. ഇവിടെ ഈ ഭൂമിയിൽ അവൻ വേരുറപ്പിക്കാൻ ശ്രമിക്കരുത്. അവൻ്റെ സ്ഥിരമായ വാസസ്ഥലം സ്വർഗമായതുകൊണ്ട് അവൻ്റെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും സ്വർഗത്തെ കേന്ദ്രീകരിച്ച് വേണം. എബ്രായ 11:13 ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇനി 1 പത്രോസ് 2:11 പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും. പഴയ നിയമത്തിലെ ദാവീദിന് പോലും ഞാൻ പരദേശിയാണ്, അന്യനാണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, സങ്കീർത്തനം 39:12 അവസാന ഭാഗത്ത്, ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നു. പത്രോസിൽ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ ആ ലേഖനം എഴുതുന്നത് പരദേശികൾക്കാണ്, ചിതറിപ്പാർക്കുന്ന പരദേശികൾക്കാണ് ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വസ്തുക്കൾ സമ്പാദിക്കാൻ സാധിച്ചില്ല എന്നോർത്ത് ആരും നിരാശപ്പെടരുത്. ഒരു പരദേശിയുടെ ലക്ഷണം എന്താണ്? ഒരു പരദേശിയുടെ പ്രത്യേകത, അവൻ ചെന്നെത്തിയ നാട്ടുകാർ അവനെ വേണ്ട രീതിയിൽ വില വയ്ക്കുന്നില്ല, അവന് സംശയമാണ്. ഒരു പരദേശിക്ക് തദ്ദേശീയർക്ക് ലഭ്യമായ പല ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. ഒരേ ജോലി തന്നെ കേരളത്തിലെ ഒരു വ്യക്തിയും അന്യസംസ്ഥാനക്കാരൻ ആയ ഒരു വ്യക്തിയും എടുത്താൽ പലപ്പോഴും കൂലിയിൽ വ്യത്യാസമുണ്ട്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഇവിടെ വേഷം മാറിയ രാജകുമാരന്മാരാണ്. നമ്മളെ ലോകക്കാർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്. നമ്മിൽ ഒരു തേജസ് വെളിപ്പെടാനുണ്ട്, അത് വെളിപ്പെട്ടിട്ടില്ല. നാം ആരാണെന്ന് ലോകക്കാർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഈ ലോകക്കാർക്ക് എന്നെ മനസ്സിലാക്കാൻ സാധ്യമല്ല, പക്ഷേ ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാൽ വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ സ്വന്തം മകനാണ്, സ്വന്തം മകളാണ്. ഞാൻ വേഷം മാറി നടക്കുന്നൊരു രാജകുമാരനാണ്. ഇനി രണ്ടാമതായിട്ട് ഒരു പരദേശിയുടെ പ്രത്യേകത, ആ വ്യക്തി ചെന്നെത്തിയ നാടുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേരുവാൻ ബുദ്ധിമുട്ടാണ്. അവൻ്റെ സംസ്കാരം, അവൻ്റെ ഭാഷ ഒക്കെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്. ശ്രദ്ധിക്കുക, അന്യദേശത്തെ ഒരു ചെടി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നടുകയാണെങ്കിൽ പെട്ടെന്ന് വേരൂന്നുന്നില്ല, പെട്ടെന്ന് വളർന്ന് പന്തലിക്കുന്നില്ല. കാരണം ഈ കാലാവസ്ഥയും ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ വേരൂന്നാൻ ശ്രമിക്കരുത്. നമ്മൾ അന്യരും പരദേശികളുമാണ്. നമ്മുടെ വേര് സ്വർഗത്തിലാണ് ഊന്നേണ്ടത്. അതായത് നമ്മുടെ നങ്കൂരം സ്വർഗത്തിലാണ് ഇടേണ്ടത്. പ്രത്യാശയുടെ നങ്കൂരം. ഒരു വിശ്വാസി അവൻ്റെ വേരുകൾ ഈ ഭൂമിയിൽ ഉറപ്പിക്കരുത്. പരദേശിയുടെ ലക്ഷണം അതാണ്. എന്നാൽ ഒരു സ്വദേശിയോ ഇവിടെയാണ് അവൻ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നത്.
ഒരു പരദേശിയും സ്വദേശിയും തമ്മിലുള്ള വ്യത്യാസം, പരദേശിക്കറിയാം ഇതെൻ്റെ സ്വന്തം നാടല്ല, അതുകൊണ്ട് അവൻ ഇവിടെ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. കുറച്ച് പണിയെടുത്ത് എന്തെങ്കിലും കാശുണ്ടാക്കിയാൽ സ്വന്തം നാട്ടിലേക്ക് അയച്ചു കൊടുക്കാനാണ് അവൻ്റെ താല്പര്യം. സ്വദേശി അങ്ങനെയല്ല, എല്ലാം ഇവിടെ കുന്നുകൂട്ടി വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. വിശ്വാസികളായ നാം പരദേശികളായതുകൊണ്ട് ഇവിടെ ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത് എന്ന് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു പരദേശിക്ക് അവൻ ചെന്നെത്തിയ നാട്ടിൽ ഒരു വാടക വീട് കിട്ടിയാലും തൃപ്തിയാണ്. കിടക്കാൻ ഒരു ഇടം കിട്ടിയല്ലോ. അവനെ മറ്റുള്ളവർ പരിഹസിക്കാം, നിന്ദിക്കാം. അവനറിയാം ഈ നാട്ടുകാർ അവർക്ക് കൊടുക്കുന്ന വില എനിക്ക് തരികയില്ല. ഇവിടെ എങ്ങാനും ഒന്ന് കിടന്നുറങ്ങാൻ ഒരിടം കിട്ടിയല്ലോ, അതിൽ അവന് തൃപ്തിയാണ്. പക്ഷേ തദ്ദേശീയനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവിടെ വസ്തുക്കൾ വേണം, ഇനിയും കുറേ സമ്പാദിക്കണം. അതാണ് അവൻ്റെ ലക്ഷണം. അതായത് ഒരു പരദേശിയായ വിശ്വാസിയെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ ഭൗതിക വസ്തുക്കൾ നേടിയെടുക്കണമെന്നുള്ള താല്പര്യം അവനില്ല. കാരണം അവൻ ഇവിടെ അന്യദേശത്ത് പാർക്കുകയാണല്ലോ. അവൻ്റെ സ്വന്തം ദേശം എവിടെയാണ്? സ്വർഗം. ഇനി ഒരു പരദേശിയുടെ പ്രത്യേകത, അവൻ്റെ ആഗ്രഹം എപ്പോഴും സ്വന്തം നാട്ടിലേക്ക് പോകാനാണ്. കാരണം അവൻ്റെ മാതാപിതാക്കൾ, ഭാര്യ, മക്കളൊക്കെ താമസിക്കുന്നത് അവിടെയാണ്. അവന് പ്രിയപ്പെട്ടവർ പാർക്കുന്ന ഇടത്തേക്ക് എത്രയും വേഗം എത്തണമെന്നാണ് പരദേശിയുടെ ആഗ്രഹം. ഇവിടെ അവൻ്റെ സ്വന്തക്കാരാരുമില്ല. നമ്മുടെ സ്വന്തക്കാർ, പരദേശികളായ പ്രവാസികളായ നമ്മുടെ സ്വന്തക്കാർ എവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്? സ്വർഗത്തിലാണ്. നമ്മുടെ സ്വർഗീയ പിതാവ് അവിടെയാണ് ഇരിക്കുന്നത്. നമ്മുടെ രക്ഷിതാവ് സ്വർഗത്തിലാണ് ഇരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു. നമ്മളും പിന്നെ എവിടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്? അതേ സ്വർഗത്തിൽ. ഒരു പരദേശിയുടെ പ്രത്യേകത, അവൻ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലമല്ല, അവൻ്റെ സ്വന്തം ദേശമാണ് അവൻ്റെ താല്പര്യം. അഞ്ചാമതായിട്ടൊരു പരദേശിയുടെ പ്രത്യേകത, അവൻ ചെന്നെത്തിയ നാട്ടിലെ വഴികളും റോഡുകളും അവന് പരിചിതമല്ല. മാത്രമല്ല വഴികളിൽ അപകടം പതിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്, ഇവന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇവൻ നിരന്തരമായി സൂക്ഷ്മതയോടെയാണ് നടക്കുക. എവിടെയാണ് അപകടം? കാട്ടിൽ പോയാൽ വഴി തെറ്റുമോ? വളരെ ജാഗ്രതയുള്ളവനായിരിക്കും. പ്രിയമുള്ളവരെ, നാം പരദേശികളാണ്. ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. വക്രതയും കോട്ടവും കളവും സൂത്രവും തട്ടിപ്പും ഒക്കെയുള്ളൊരു ലോകം. ഇവിടെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടൊരു ചുവട് നാം വെക്കരുത്. നിരന്തരമായി ദൈവത്തിൽ ആശ്രയിക്കണം. നല്ല ഇടയനായ കർത്താവിനോട് ചോദിച്ചു വേണം നമ്മൾ ഒരടി മുന്നോട്ട് വയ്ക്കാൻ. കർത്താവ്, ഇവിടെ എനിക്ക് മുന്നോട്ട് പോകുവാൻ സ്വന്തം ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നില്ല, കാരണം ഞാൻ അപകടത്തിൽ ചാടും. അതുകൊണ്ട് എൻ്റെ നല്ല ഇടയനായ കർത്താവേ, അങ്ങാണ് എനിക്ക് വഴി പറഞ്ഞു തരേണ്ടത്. ഒരു പരദേശിയായ നാം നിരന്തരമായി കർത്താവിൽ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്, സ്വന്തം എടുക്കലല്ല. ഒരു പരദേശിയുടെ പ്രത്യേകത, അവൻ്റെ യാത്ര സുഖം ആകണമെങ്കിൽ ലഗേജ് അധികം പാടില്ല. കൂടുതൽ വെയിറ്റ് ഉള്ള ബാഗാണ് എങ്കിൽ അവന് പരദേശവാസം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവൻ യാത്ര ചെയ്യേണ്ട വ്യക്തിയായതുകൊണ്ട് കഴിയുന്നത്ര ചുരുങ്ങിയ വസ്തുക്കളെ അവൻ്റെ ഭാണ്ഡക്കെട്ടിൽ ഉണ്ടാകുകയുള്ളൂ. എത്രമാത്രം ലഗേജുകളും മറ്റ് സാധനങ്ങളും അവന് ഉണ്ടോ അത്രമാത്രം അവൻ്റെ പരദേശ യാത്ര ബുദ്ധിമുട്ടായിരിക്കും. ലഗേജുകൾ ഇന്ന് പലർക്കും കൂടി യാത്ര ചെയ്യാൻ പറ്റാതെ പലരും പരദേശ യാത്രയൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാരണം അവർ ലക്ഷ്യം മറന്നുപോയി. ഇപ്പോൾ അവർ ചെന്നെത്തിയിരിക്കുന്ന അന്യനാട്ടിൽ അവർ സ്വന്തം നാട്ടിൽ എന്ന പോലെ ജീവിക്കുന്നത് കൊണ്ട് കാഴ്ചപ്പാടൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ആകരുത്. മരണം വരെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. എത്രമാത്രം നിക്ഷേപങ്ങൾ നമ്മുടെ അടുത്ത് വന്നുകൂടിയാലും സ്ഥാനമാനങ്ങൾ വന്നു കൂടിയാലും ഇതൊക്കെ ചപ്പും ചവറായിട്ട് കരുതി ഇതിനേക്കാളും മെച്ചമായ ഉന്നതമായതിന് സ്വർഗീയമായതിന് തന്നെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. അവനാണ് ഒരു പരദേശി. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ മോക്ഷയാത്ര. നാം പരദേശികളാണ്. സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നടക്കുന്ന വിശ്വാസികളാണ് നാം. ഇപ്പോൾ നാം താമസിക്കുന്നത് നാശപട്ടണത്തിലാണ്. ദൈവക്രോധം ഏത് നിമിഷവും ചൊരിയാൻ സാധ്യതയുള്ള ഒരു ഭൂമിയിലാണ് നമ്മൾ താമസിക്കുന്നത്. ആ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു മേഖലയിലും സുരക്ഷിതത്വമില്ല. ഒരു ഇളകാത്ത രാജ്യം ലക്ഷ്യമാക്കിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ അന്യനും പരദേശിയുമാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ
നമുക്ക് വിശുദ്ധ ജീവിതം ജീവിക്കാൻ സാധ്യമാകും. ഞാൻ സ്വർഗത്തിൽ പോകും, ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വക്രതയും ദുഷ്ടതയുമുള്ള ലോകത്തിൽ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കൂ. അവൻ ഇനിയും പ്രത്യക്ഷനാകും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നാം കർത്താവായ യേശുവിനെ കാണും. അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ തന്നെത്താൻ നിർമ്മലീകരിക്കുകയാണ്, തന്നെത്താൻ വിശുദ്ധീകരിക്കുകയാണ്. നാം ഈ ലോകത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ് നാം പരദേശിയാണ്, പ്രവാസിയാണ് എന്ന് ഏറ്റുപറയുമ്പോൾ സംഭവിക്കുന്നത്. നാം നമ്മോട് തന്നെ പറയുകയാണ്, നീ ലോകത്തിൻ്റെ ഒരു ഭാഗമല്ല, ലോകക്കാർ ജീവിക്കുന്ന നിലവാരത്തിലേക്ക് നീ താഴരുത്, ലോകക്കാർ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതിന് നീ പ്രാധാന്യം കൊടുക്കരുത്. നീ ആരാണ്? നീ അന്യനാണ്, പരദേശിയാണ്, നീ സ്വർഗരാജ്യത്തിൻ്റെ പൗരനാണ്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതാണ് നാം നോക്കി പാർക്കുന്നത്. ഇവിടെ സാധാരണ നാടോടികളൊക്കെ ഉണ്ട്, പലർക്കും വല്ല ലക്ഷ്യമുണ്ടോ? പരദേശികൾക്ക്, ചില നാടോടികൾക്ക് ലക്ഷ്യമൊന്നുമില്ല, അവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നാം ഇവിടെ പരദേശികളാണെങ്കിലും നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ യാത്രയ്ക്ക്, ഈ പരദേശവാസത്തിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഈ പരദേശ യാത്ര കാണുമ്പോൾ മറ്റു മനുഷ്യർ, രക്ഷിക്കപ്പെടാത്തവർ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരും, നിങ്ങൾക്ക് ഈ ലോകസുഖങ്ങളൊക്കെ അനുഭവിക്കുവാൻ അവസരങ്ങൾ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇത് അനുഭവിക്കുന്നില്ല? നോക്കൂ, ഞങ്ങളെ നോക്കൂ, ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ ലോകസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതും മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നതും. എന്നാൽ നിങ്ങൾക്ക് ഇതെല്ലാം അനുഭവിക്കാനുള്ള സാധ്യതകളൊക്കെ മുന്നിലുള്ളപ്പോൾ തന്നെ നിങ്ങൾ ഇത് അനുഭവിക്കാതെ എന്തുകൊണ്ടാണ് മറ്റൊരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത്? അങ്ങനെ ഈ പരദേശികളായ നമ്മോട് ആരെങ്കിലും ചോദിച്ചാൽ, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി ചോദിച്ചാൽ, നമുക്ക് ഉത്തരം പറയാൻ സാധിക്കണം. എന്താണ് നാം പറയുക? ഈ ഭൂമി ദൈവക്രോധത്താൽ നശിക്കാനുള്ളതാണ്. ഈ ഭൂമിയിൽ അധർമ്മം നിറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് എന്നെ സ്വന്തമാക്കി. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം പരിഭ്രമിക്കരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗീയ ഭവനം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യം ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. ഈ ലോകത്തെയും ഇതിലെ കാര്യങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നത് നിരാശ കൊണ്ടോ ഇതിനെനിക്ക് കഴിവില്ലാത്തത് കൊണ്ടോ അല്ല. ഇതിനേക്കാൾ മെച്ചമായ ഒന്നിനെ ഞാൻ കണ്ടു, അനുഭവിച്ചു. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് നിസ്സാരമാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ എൻ്റെ ഈ പരദേശ യാത്രയിൽ ഒരു കൂട്ടുയാത്രക്കാരനാകാൻ, കൂട്ടുയാത്രക്കാരിയാകാൻ ഇതാ അവസരമുണ്ട്. ഈ ഭൂമിയിൽ ദൈവക്രോധം വരും, നിത്യമായ നാശത്തിലേക്കാണ് ഇത് കുതിക്കുന്നത്. ലോകവും അതിൻ്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ലോകമോഹങ്ങൾ, ലോകസുഖങ്ങൾ ഉപേക്ഷിച്ച് ഞാൻ പോകുന്ന ഈ ക്രിസ്തുവിൻ്റെ പാതയിൽ നിങ്ങളും വരിക. അങ്ങനെ പറഞ്ഞ് അവരെയും ഈ പരദേശ യാത്രയിൽ നമ്മുടെ കൂട്ടുയാത്രക്കാരാക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ വിളി. എബ്രായ ലേഖനം 11:1 പറയുന്നത്, വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എബ്രായ ലേഖനത്തിൽ ധാരാളം വിശ്വാസ വീരന്മാരുടെ പട്ടിക കൊടുത്തിട്ടുണ്ട്. അവർ എന്തിനെയായിരുന്നു വിശ്വസിച്ചത്? ഈ ലോകത്തിൽ ഭൗതികമായ നേട്ടങ്ങളായിരുന്നില്ല അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറ. അവരെന്താണ് വിശ്വസിച്ചത്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പ്. അവരെന്താണ് ആശിച്ചത്? ഈ ഭൂമിയിൽ രോഗസൗഖ്യമാണോ, ഒരു നല്ല വീടാണോ അവർ ആശിച്ചത്? അല്ല. പലരും ഇന്ന് ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വിശ്വസിക്കുന്നുണ്ട്. അതൊരു വിശ്വാസമാണ്. ഈ സമൃദ്ധിയുടെ സുവിശേഷം അതെന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്കൊരു കാറ് കിട്ടും, അതിൻ്റെ കളർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. നിങ്ങൾക്ക് 3 നിലയുള്ള വീടാണോ വേണ്ടതെങ്കിൽ 3 നില എന്ന് തന്നെ പറയണം. 2 നില എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും. അതിന് നിറം എന്തായിരിക്കണം? നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഭാര്യയാണ് വേണ്ടത്? എത്ര അടി ഉയരം വേണം? എത്ര കളർ വേണം? നിങ്ങളിത് ദൈവത്തോട് പറയുക, വിശ്വസിക്കുക, ഉറച്ചു വിശ്വസിക്കുക, കിട്ടും. ഇവിടെ പറയുന്ന വിശ്വാസം അതാണോ? വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പ്. എന്താണ് അവർ ആശിച്ചത്? അതാണ് താഴെ നമ്മൾ അല്പസമയം മുമ്പ് ചിന്തിച്ചത്. അവർക്ക് ഭൗതികമായി വിടുതൽ ലഭ്യമായിരുന്നു, അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നത് വേണ്ടാന്ന് വെച്ചു.
ഉയരത്തിലുള്ളതിനെ, സ്വർഗീയമായതിനെ അവർ കാക്ഷിച്ചു. അതാണ് യഥാർത്ഥ വിശ്വാസം. വില കുറഞ്ഞ വിശ്വാസമുണ്ട്, നിലവാരമുള്ള വിശ്വാസമുണ്ട്. ഇവിടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന നിലവാരമുള്ള വിശ്വാസമാണ്. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താണ് ഈ കാണാത്ത കാര്യം? പൗലോസ് പറയുന്നുണ്ട്, കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. അത് സ്വർഗരാജ്യമാണ്. ഈ ഭൂമിയിൽ നിന്ന് നോക്കിയ സ്വർഗം കാണാനുണ്ടോ? ഇല്ല. പക്ഷെ സ്വർഗമുണ്ട്, അത് സംശയമില്ല. നാം ആശിക്കുന്നത് സ്വർഗത്തിലെത്തും എന്നുള്ള കാര്യമാണ്. യഥാർത്ഥ വിശ്വാസം എന്ന് എന്തിനെയാണ് വിളിക്കാനായിട്ട് കൊള്ളുക? ഭൗതികമായ സമൃദ്ധിയുടെയും ഭൗതികമായ വിടുതലിൻ്റെയും പുറകെ പോകുന്ന ഒരു വിശ്വാസത്തെ യഥാർത്ഥ വിശ്വാസം എന്ന് വിളിക്കാൻ സാധിക്കുമോ? ഉയരത്തിലുള്ളതിനെ പ്രത്യാശിച്ച് അതിനെ മുറുകെ പിടിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താണ് കാണാത്ത കാര്യം? ഞാൻ സ്വർഗത്തിൽ പോകും. എന്താണ് അതിൻ്റെ ഉറപ്പ്? ഞാൻ സ്വർഗത്തിൽ പോകുന്നത് ദൈവം പറഞ്ഞിരിക്കുന്നതാണ് ഉറപ്പ്. ദൈവമാണ് സ്വർഗം സ്ഥാപിച്ചത്. സ്വർഗം എൻ്റെ സിംഹാസനമാണ്. സ്വർഗത്തിലാണ് ദൈവത്തിന് സിംഹാസനം. ഇപ്പോൾ പിതാവായ ദൈവം സ്വർഗത്തിൽ ഭൂഷണനായിരിക്കുന്നു. വലത്ത് ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. ആ സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും. നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നു. ദൈവത്തിൻ്റെ സമയത്ത് നമ്മളെ ആ സ്വർഗീയ ഭവനത്തിലേക്ക് ചേർക്കും. ഇത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എൻ്റെ വികാരങ്ങൾക്ക് ഇതിൽ പ്രസക്തിയില്ല. ദൈവം പറഞ്ഞ് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ദൈവം വാക്കുമാറില്ല. ഞാനിവിടെ വിശ്വസ്തനായി, പരദേശിയായി, ഒരു സ്വർഗീയനായി ജീവിച്ചാൽ മതി. എനിക്കത് നഷ്ടപ്പെടുകയില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. വിശ്വാസം എന്നത് ആശിക്കുന്നവർ പോലെ എന്തൊക്കെ ആശിച്ചോ. നിന്റെ ശത്രുവിനെ കൊല്ലണോ? നീ ആശിച്ചാൽ മതി, അവൻ ചാവും ആശിച്ചാൽ മതി. അതല്ല ഈ വിശ്വാസം എന്നുള്ളത്. കാണാത്ത കാര്യങ്ങൾ ഉറപ്പ്. എനിക്കിപ്പോൾ വീട് കിട്ടിയിട്ടില്ല, വീട് കിട്ടും ഞാൻ, അതാണ് ഇവിടെ പറയുന്നത്. അതൊന്നുമല്ല. ഈ എബ്രായ ലേഖനത്തിൽ പറയുന്ന വിശ്വാസ വീരന്മാർ ഭൗതികമായ വസ്തുക്കളാൽ ആകർഷിക്കപ്പെടാത്തവരായിരുന്നു. അവർ ഉയരത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചതുകൊണ്ട് ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് സൗന്ദര്യമില്ല എന്നവർക്ക് ബോധ്യമായി. ഒരു ആത്മീയന് മാത്രമേ, സ്വർഗരാജ്യത്തെ ലക്ഷ്യമിട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾ ഒരു ആകർഷകമല്ലാത്ത വസ്തുവായി ഇരിക്കുന്നുള്ളൂ. ദൈവം ആദത്തെ ഹവയെ സൃഷ്ടിച്ചു. അവരോട് പറഞ്ഞു, എല്ലാ ചരാചരങ്ങളെയും അടക്കി വാഴണം, അടക്കി ഭരിക്കണം. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ദൈവമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ പണമുണ്ട്, രത്നങ്ങളുണ്ട്, മുത്തുകളുണ്ട്, മനുഷ്യരുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച വസ്തുക്കൾ നമ്മെ ഭരിക്കരുത്, നാം അവയെ കീഴടക്കി ഭരിക്കണം. സമൃദ്ധിയുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വസ്തുക്കൾ അവരെ അടക്കി ഭരിക്കുവാൻ അവർ വസ്തുക്കൾക്ക് മുമ്പാകെ അടിയറ പറയുകയാണ്. ഉൽപ്പത്തി 1:28 ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളിൽ മേലും ആകാശത്തിലെ പറവജാതികളിൽ മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഒരു ആത്മീയൻ അഥവാ സ്വർഗീയൻ ഭൗതിക വസ്തുക്കളാൽ ഭരിക്കപ്പെടരുത്. അതവൻ്റെ കാൽ കീഴിലായിരിക്കണം. പണമായാലും ഈ ലോകത്തിൽ മറ്റു മനുഷ്യർ വില കൊടുക്കുന്ന എന്ത് കാര്യമായാലും ഇതവൻ്റെ കാൽ കീഴിലായിരിക്കണം. പക്ഷേ ഈ വസ്തുക്കൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രബോധനം കേട്ടാൽ നാം വഞ്ചിതരായി തീരുകയാണ് ചെയ്യുന്നത്. കാരണം തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ പഴം നിങ്ങൾ തിന്നരുത്. ആ വൃക്ഷം ആരാ സൃഷ്ടിച്ചത്? ദൈവമല്ലേ. ആ വൃക്ഷത്തിലെ പഴം ആരാ സൃഷ്ടിച്ചത്? ദൈവമാണ്. ദൈവം തന്നെ ഇതൊക്കെ സൃഷ്ടിച്ചത്. ദൈവം തന്നെ സൃഷ്ടിച്ച ആ തോട്ടത്തിലെ മധ്യഭാഗത്തുള്ള ആ മരത്തെ ഇവർ കീഴടക്കണം. ആ മരത്തിന് വളരെ മനോഹരമായ കായകളാണുള്ളത്. കാണാൻ എത്ര ഭംഗിയാണ്. അത് തിന്നാൽ ജ്ഞാനം ലഭിക്കും, ഭക്ഷിക്കാനും നല്ലതാണ്. ശരിയാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. പക്ഷേ ഇവരോട് പറഞ്ഞത് എന്താണ്? എല്ലാറ്റിൻ്റെയും നിങ്ങൾ അടക്കി ഭരിക്കണം. നമ്മുടെ ചുറ്റും ഇന്ന് ഒത്തിരി അഴകുള്ള മരങ്ങളും അതിൻ്റെ ഫലങ്ങളും ഉണ്ട്. അക്ഷരാർത്ഥത്തിലുള്ള കാര്യമല്ല പറയുന്നത്. പക്ഷേ ദൈവം പറയുന്നത്, നീ ഇവയെ അടക്കി ഭരിക്കണം.
ഇവ നിൻ്റെ ഒരു ബലഹീനതയായിരിക്കരുത്. നടന്നു പോകുന്നു, മനോഹരമായൊരു വ്യക്തിയെ കാണുന്നു, ഉടനെ തന്നെ കണ്ണ് അങ്ങോട്ട് പോയി ഒരു വ്യഭിചാരത്തിൽ, നോട്ടം കൊണ്ടുള്ളൊരു വ്യഭിചാരത്തിൽ നമ്മൾ വീഴരുത്. കാരണം എല്ലാറ്റിനെയും അടക്കി ഭരിക്കാനാണ് നമ്മുടെ വിളി. അതുപോലെ തന്നെ ഇതാ പണം, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, മറ്റു പല കാര്യങ്ങളും ഭൂമിയിലെ വസ്തുക്കളാണ്, ശരിയാണ്. പക്ഷെ ഇവയെ കീഴടക്കണം. ഇവ നമ്മുടെ തലയിൽ കയറിയിരിക്കരുത്. അങ്ങനെയുള്ള വ്യക്തിയാണ് ആത്മീയൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർ 5:9 ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുക, അതാണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം. ഈ ഭൂമിയിൽ പൗലോസിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ദൈവത്തെ പ്രസാദിപ്പിക്കുക. പൗലോസ് പറയുന്നു, ഞാൻ മരിച്ചാലും എൻ്റെ ലക്ഷ്യം ഇതായിരിക്കും, ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഈ ഭൂമിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തൊരു ജീവിതം ജീവിച്ചൊരു വ്യക്തി സ്വർഗത്തിലെത്തിയാൽ എങ്ങനെയാണ് അവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കുക? ഇവിടെ കലഹവും ഭിന്നതയും ഉള്ള ഒരു വ്യക്തി സ്വർഗത്തിലെത്തിയാൽ എത്തുകയില്ല. എത്തിയാൽ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കും? ഈ ഭൂമിയിൽ ഭൗമിക കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുത്ത് അതിൻ്റെ പുറകെ നെട്ടോട്ടം ഓടിയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ശരീരം വിട്ടാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കുക? ഒരു ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മളൊന്ന് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അത് എത്രത്തോളം ശരിയാണ് എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ വാക്യത്തിൽ ശരിയാണ്. കാരണം ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കും. നിരന്തരമായി കലഹിക്കുന്ന ഭാര്യയും ഭർത്താവും അവർ സ്വർഗത്തിലെത്തി, അവർക്ക് ശാന്തരായി ജീവിക്കാൻ സാധിക്കുമോ? നിരന്തരമായി പണത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി സ്വർഗത്തിലെത്തി, അവന് ദ്രവ്യാഗ്രഹത്തിൽ അങ്ങനെ വിടുതൽ കിട്ടും? അശുദ്ധനായൊരു വ്യക്തി, ആത്മീയനല്ലാത്ത വ്യക്തി, സ്വർഗീയനല്ലാത്തൊരു വ്യക്തി സ്വർഗത്തിലെത്തിയാൽ എങ്ങനെയായിരിക്കും അവൻ്റെ അവിടുത്തെ ജീവിതം? നിങ്ങൾ പറയും. ഈ ഭൂമിയിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാത്തൊരു മനുഷ്യൻ സ്വർഗത്തിലെത്തിയാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? ഒരു അശുദ്ധൻ സ്വർഗത്തിലെത്തി എന്ന് കരുതുക. അശുദ്ധൻ അവിടെ